ഹായ് ഓൾ. ഇന്ന് സവോള കൊണ്ടൊരു ചെറിയൊരു തട്ടിക്കൂട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. സാധാരണ നമ്മൾ ഈ സവോള കൊണ്ട് ഉള്ളി തോരൻ, ഉള്ളിത്തീയൽ, ഉള്ളിക്കറി ഒക്കെയല്ലേ, പിന്നെ സലാസ് ഉണ്ടാക്കുക. ഇത് സവോള കൊണ്ട് വെറുതെ ഒരു തട്ടിക്കൂട്ട്. 2 സവോള എടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് കുനുകുനാന്ന് അങ്ങോട്ട് അരിഞ്ഞു, നമ്മൾ സലാസിനൊക്കെ അരിയുന്ന പോലെ. എന്നിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കിടുകിടുകിടാന്ന് പറഞ്ഞ് ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞു വെച്ചു. എന്നിട്ട് സവോള എടുത്ത് നമ്മളൊരു പാത്രത്തിലിട്ടു. എന്നിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളകും അതിലേക്കിട്ടു. എന്നിട്ട് ഇച്ചിരി ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്കൊരു ശകലം എണ്ണ ഒഴിച്ച് അത് ചൂടാകുന്നവരെ നോക്കി ഇരുന്നു. എന്നിട്ട് കടുകിട്ടു. കടുകിട്ടപ്പോൾ കിടുകിടാന്ന് കടുക് അങ്ങ് പൊട്ടി. അതിന് ശേഷം അതിലേക്ക് ഞാൻ ശകലം മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടിയുടെ പുറത്ത് ശകലം മുളക് പൊടിയും കൂടി ഇട്ടു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ കറിവേപ്പില 3-4 ഇട്ടു, അതും ഒന്ന് ഇളക്കി. എന്നിട്ട് വറ്റൽമുളക് നന്നായിട്ട് അങ്ങ് ഇടിച്ചിട്ട് അതും കുറച്ചങ്ങ് ഇട്ടു. എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ സവോളയ്ക്കകത്ത് നേരത്തെ ഇട്ട് വെച്ചിട്ട് സവോളയും പച്ചമുളകിനകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കണം. ചെറുതായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് മിക്സാക്കി വെച്ചു. ഈ സവോള മെയിനായിട്ട് പറഞ്ഞാൽ സവോള നമ്മൾ എണ്ണയ്ക്കകത്ത് ഇടുന്നില്ല. സവോള പച്ചയ്ക്ക് ആ പച്ചപ്പോള തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഉപ്പിട്ടിട്ട് അതിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫ്രൈ പാനകത്തിരിക്കുന്ന ആ എല്ലാം കൂടെ കൂട്ടി ഇളക്കിയ ആ എണ്ണയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും വറ്റൽമുളകും ഇടിച്ചതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം ഈ സവോള നമ്മുടെ പച്ചയ്ക്ക് തന്നെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു എണ്ണയെല്ലാം കൂടെ വന്നപ്പോഴത്തേന് ഒരു നല്ല അടിപൊളി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. എല്ലാവർക്കും എങ്ങനെയാണെന്നറിയില്ല, എന്നാലും ഒന്ന് നോക്കുക. ഓക്കെ.